ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്കറിയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധതമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അടുത്തതായിട്ട് വേദവായന. ആൻമറിയ രാജേഷ്. ദൈവമേ, വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയകങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 129 സങ്കീർത്തനങ്ങൾ. കർത്താവെ, ആഗതത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിച്ചു, നീ എൻ്റെ ശബ്ദം കേട്ടു. നിന്റെ ചെവികൾ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുമാറാകണമേ. കർത്താവെ, നീ പാപങ്ങളെ കരുതി വയ്ക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവനാര്? എന്തെന്നാൽ പാപമോചനം നിന്റെ അടുക്കൽ നിന്നാകുന്നു. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, എൻ്റെ ഉള്ളമാവിൻ്റെ വചനത്തെ കാത്തിരുന്നു. പ്രഭാതം മുതൽ പ്രഭാതം വരെ ഞാൻ കർത്താവിനായി കാത്തിരുന്നു. ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കരുണ തൻ്റെ അടുക്കലിൽ നിന്നാകുന്നു, തൻ്റെ അടുക്കൽ രക്ഷയും വളരെയാകുന്നു. താൻ ഇസ്രായേലിനെ അതിൻ്റെ സകല അനീതിയിൽ നിന്നും വീണ്ടെടുക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് നമ്മുടെ എത്രയും ബഹുമാനായ ഹെഡ് മാസ്റ്റർ ശ്രീ PC യോഹന്നാൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മുടെ VBSൻ്റെ സമാപന സമ്മേളനമാണ്. എല്ലാവരും സംസാരിക്കാതിരിക്കണം. ഹാപ്പി VBS, മെറി VBS. ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ വർഗീസ് കളപ്പുരയ്ക്കൽ അച്ഛനെ ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ പള്ളിയുടെ ട്രസ്റ്റിമാരായ സാബു വട്ടശ്ശേരിൽ, പിന്നെ ഡെയ്സൺ മാറോക്കിൽ എന്നിവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ VBSൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ KV ബേബി സാർ കാഞ്ഞിരമറ്റത്തിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ, പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സ്വീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന മദ്യനിരോധന സമിതിയുടെ വൈസ് പ്രസിഡൻ്റായ ശ്രീ TM വർഗീസ് സാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സൺഡേ സ്കൂൾ അധ്യാപകർ,
ഈ സൺഡേ സ്കൂളിലെ അധ്യാപകർ, പിന്നെ വനിതാ സമാജത്തിലെ സെക്രട്ടറി ശ്രീമതി അനില ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള വനിതാ സമാജ അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ ഫാദർ വർഗീസ് കളപ്പുരയ്ക്കൽ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹാപ്പി VBS, ഹാപ്പി VBS. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ JSVBSൻ്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കടന്നു വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന കേരളത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട TM വർഗീസ് സാറ്, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന PC യോഹന്നാൻ സാറ്, JSVBSൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട KV ബേബി സാറ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങോട്ട് ഒരു 10 മിനിറ്റ് എല്ലാവരും അച്ഛനെ ശ്രദ്ധിച്ചേ. ഒരു കൊച്ചു പ്രസംഗം, അധ്യക്ഷ പ്രസംഗം പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും VBSൻ്റെ ഒരാഴ്ചത്തെ ക്ലാസ് സന്തോഷമായിരുന്നോ? ഒത്തിരി സന്തോഷമായിരുന്നോ? അപ്പോൾ ആ VBSൻ്റെ തീം എന്തായിരുന്നു? ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ബാക്കി പറ. ഹബക്കൂക്ക് 3:17. ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവരും പഠിച്ചോ? നല്ല ക്ലാസ്സുകളൊക്കെ കേട്ടു, പാട്ടുകളൊക്കെ പഠിച്ചു. എല്ലാം മംഗളമായിരുന്നു, എല്ലാം അനുഗ്രഹകരമായിരുന്നു. അപ്പോൾ VBSൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഇന്ന് സമാപന സമ്മേളനത്തോടുകൂടി നമ്മൾ ഈ ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് പിരിയുകയാണ്. അപ്പം എല്ലാവർക്കും VBSൻ്റെ പ്രത്യേകമായ ആശംസകൾ, നന്മകൾ ഈ സമയത്ത് നേരുന്നു. ഈ ഒരാഴ്ച കാലം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദേവാലയ അന്തരീക്ഷത്തോട് ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ പള്ളിയുടെ അങ്കണത്തിൽ കൂടി ഓടി നടന്ന് ഈ VBSൻ്റെ എല്ലാ കാര്യപരിപാടികളിലും പങ്കെടുക്കുവാനായിട്ട് ദൈവം അവസരം തന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൽ ഞാൻ ആനന്ദിക്കുമെന്നുള്ളതായ ആ വേദവാക്യത്തെ ആസ്പദമാക്കി ധാരാളമായിട്ട് നിങ്ങൾ പഠിച്ചു, ഒത്തിരി ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാ അധ്യാപകരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഈ VBSൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ബേബി സാറ്,
വനിതാസമാജത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അനില ചേച്ചി, മറ്റെല്ലാ അധ്യാപികമാരോടും അധ്യാപകരോടും നമ്മുടെ മാർ കുര്യാക്കോസ് യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരോടും, അതുപോലെ നമുക്ക് മനോഹരമായ പാട്ടുകൾ നമ്മളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട സതിചേട്ടനോടുമുള്ളതായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അവരുടെ എല്ലാം സേവനം നമുക്ക് വളരെ പ്രയോജനകരമായിരുന്നു. സമയമുണ്ടാക്കി അവരിവിടെ വന്ന് നിങ്ങളോട് ഒരുമിച്ചായിരുന്ന് ക്ലാസ്സുകളെടുത്ത് പാട്ടുകൾ പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ട നേതൃത്വം നൽകിയ എല്ലാവരെയും നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ഈ തീമിനോട് ചേർന്ന് നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ ഒരു പാട്ടിൻ്റെ 4 വരികളാണ് ഞാൻ പാടിയത്. എനിക്ക് ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്താണ് അതിന് കാരണം? എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആനന്ദമുള്ളത്, എനിക്ക് സന്തോഷമുള്ളത്, ഉല്ലാസമുള്ളത്. ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉല്ലാസവും എല്ലാം നമുക്കുണ്ടാകുന്നത് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അപ്പോൾ ദൈവവുമായിട്ട് അതിന് ബന്ധമില്ലേ? ദൈവത്തിലാണ് ഞാൻ ആനന്ദിക്കുന്നത്, കർത്താവിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. അപ്പോൾ എനിക്ക് ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്ത എൻ്റെ പ്രാണവല്ലഭൻ എൻ്റെ കൂട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ഈ VBS കഴിഞ്ഞു പോകുമ്പോൾ ഇത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട് എന്ന്. ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കോ. ഒരിക്കല് ഒരു കൃഷിക്കാരൻ നെൽകൃഷി ചെയ്യുന്നതായ ഒരാള് തൻ്റെ കൃഷിയിടത്തെ നെല്ല് മുഴുവൻ പത്താഴത്തിൽ ശേഖരിച്ചു. പത്താഴം എന്ന് പറഞ്ഞാൽ എന്നതാ? പിള്ളേർക്കറിയാമോ? അറ അല്ലേ? നെല്ല് ശേഖരിക്കുന്ന നെല്ലറയാണ് പത്താഴം എന്ന് പറയുന്നത്. തനിക്ക് കിട്ടിയതായ നെല്ല് മുഴുവൻ ഇദ്ദേഹം പത്താഴത്തിനകത്ത് നിറച്ച് വയ്ക്കുകയാണ്. ഇഷ്ടംപോലെ നെല്ലുണ്ടായിരുന്നു. ഇതെല്ലാം നിറച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കയ്യിലുണ്ടായിരുന്ന വാച്ച് നഷ്ടപ്പെട്ടു പോയി. കുറേ നാൾ മുമ്പുള്ളൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വാങ്ങിച്ചതായ പുതിയൊരു വാച്ചായിരുന്നു. ആ വാച്ച് എങ്ങനെയോ ഊരി ഈ പത്താഴത്തിൽ വീണു. നിങ്ങളിവിടെ നോക്കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണ്ടോ? ഇവിടെ നോക്കിക്കുക. ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് എൻ്റെ നേരെ നോക്കിയിരിക്കാൻ. അപ്പോൾ ഈ കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഈ വാച്ച് പത്താഴത്തിൽ വീണുപോയി. അയാൾ അവിടെ എല്ലാം നോക്കിയിട്ട് അത് കണ്ടുകിട്ടിയില്ല. പുള്ളി ഓടി കുട്ടികൾ കളിച്ചു കൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ ചെന്നു, കളിസ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, എൻ്റെ ഒരു നല്ല വാച്ച് എൻ്റെ പത്താഴത്തിൽ വീണുപോയി, എനിക്ക് നിങ്ങളത് നോക്കി കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഞാനൊരു നല്ല സമ്മാനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായി. ഈ വാച്ച് നോക്കി കണ്ടുപിടിച്ച് കിട്ടിയാൽ സമ്മാനം കിട്ടും. കുട്ടികളെല്ലാം ഓടി എല്ലാവരും കൂടെ ഈ പത്താഴത്തിൽ വന്ന് നോക്കാനായിട്ട് തുടങ്ങി. പലരും വന്ന് നോക്കിയിട്ടും ഇവർക്ക് ഈ വാച്ച് കിട്ടിയില്ല. നിരാശരായ ഓരോരുത്തർ ഈ അറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരൻ പറഞ്ഞു, വാച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് കണ്ടുകിട്ടിയില്ല. പക്ഷെ അതിനകത്തൊരു കുട്ടി പറഞ്ഞു, ചേട്ടാ എനിക്കൊരവസരം കൂടെ തരണം, ഞാനൊന്നുകൂടെ അത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ആ കൃഷിക്കാരന് അവസരം കൊടുത്തു. അവൻ ആ പത്താഴത്തിനകത്ത് കയറിയിട്ട് ഒരു 5-10 മിനിറ്റ് സമയം ശാന്തമായി ഇരുന്നു. എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ശാന്തമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മൗനമായിട്ട് മിണ്ടാതെ ശാന്തമായി അവനിരുന്നു.
അങ്ങനെ ഇരുന്നപ്പോൾ ടിക് 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 എന്നൊരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദം കേട്ടത്? അതെന്ത് ശബ്ദമായിരിക്കും? വാച്ചിൻ്റെ, ഇല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് അവന് മനസ്സിലായത്? അവൻ എങ്ങനെ ഇരുന്നപ്പോഴാണ് അത് ആ ശബ്ദം കേൾക്കാൻ പറ്റിയത്? സമാധാനത്തോടെയും ശാന്തമായിട്ടും ഇരുന്നപ്പോഴാണ് ടിക് 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 ശബ്ദം അവന് കേൾക്കുവാൻ ഇടവന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കുന്നത്? ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നമുക്ക് കിട്ടുകയില്ല. ചില സമയങ്ങളിൽ നമ്മൾ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടവരുന്നത്. ഈ ശമൂവേൽ ബാലൻ എങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവശബ്ദം കേട്ടത്? ശാന്തമായിട്ടെന്നാണോ? ശമൂവേൽ ബാലൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ, രാത്രി എന്നാ ചെയ്യണം? നമ്മൾ ഉറങ്ങുകയല്ലേ? കിടന്നുറങ്ങുമ്പോൾ ആരാണ് ശമൂവേൽ ബാലനെ വിളിച്ചത്? ദൈവമാണ് വിളിച്ചത്. ശമൂവേലേ ശമൂവേലേ എന്ന് പേര് ചൊല്ലി വിളിച്ചു. അപ്പോൾ അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ശാന്തമായിട്ട് ഒച്ചയും ബഹളവും ഒന്നുമില്ല, ശാന്തമായി മനസ്സോടെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ദൈവശബ്ദം അവന് കേൾക്കുവാനായിട്ട് ഇടവന്നു. അപ്പോൾ നിങ്ങൾ കുട്ടികളായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നവരാണ്, ഓടി നടക്കുന്നവരാണ്, ഒത്തിരി 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 കളിക്കുന്നവരൊക്കെയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇത്തിരി മിണ്ടാതെ കുസൃതിയൊന്നും ഉണ്ടാക്കാണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എപ്പോഴത്? കിടന്ന് ഉറങ്ങണം, ഇല്ലേ? നമ്മൾ സാധാരണ പറയാറില്ലേ, അവൻ പാവമാണ്. എപ്പോഴാണ് പാവാവുന്നത്? ഉറങ്ങിക്കഴിഞ്ഞ, അല്ലേ? അവനാൾ പാവാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞ ആൾ പാവാണ്. ഉറക്കമില്ലാത്ത സമയത്തൊക്കെ വലിയ കുസൃതിയാണ്. ഇങ്ങനെ വലിയ കുസൃതിയും ഓട്ടവും ചാട്ടവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് കിട്ടുന്നതൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുവാനായിട്ട് പറ്റണം. പ്രാർത്ഥിക്കാൻ സമയം എടുക്കാറുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ അടങ്ങി ഒന്നിരിക്കുമോ? അതോ ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ മൊബൈലുമാണോ? ഇപ്പം അതാണൊരു ഫാഷൻ. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ വേദപുസ്തകം ആണോ? അല്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കുവാൻ കഴിഞ്ഞാൽ, മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ സംസാരത്തെ ഒന്ന് മിതപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, ചിന്തകളെ ഒന്ന് ശാന്തമാക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ശാന്തമാക്കുവാൻ കഴിഞ്ഞാൽ ചില ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടവരും. ഇപ്പം ഇവിടെ ആ വാച്ച് കണ്ടുപിടിച്ച ആ മകൻ ശാന്തമായിട്ടിരുന്നപ്പോഴാണ് അവന് വാച്ചിൻ്റെ ആ സൂചിയുടെ ടിക് ടിക് ശബ്ദം കേൾക്കുവാനായിട്ട് ഇടവന്നത്. ഒച്ചപ്പാടെടുത്തോണ്ട് നടന്നാൽ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടന്ന് പലതും നമ്മൾ കേൾക്കാതെ പോകും. പല ശബ്ദവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം തരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർപ്പിക്കുന്നു. ഈ കഥ ഇഷ്ടമായോ? ആർക്കറിയാം? വല്ലതും ശ്രദ്ധിച്ചോ? ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളിവിടെ വിളിച്ചുകൊണ്ടോ നിർത്തി ഈ കഥ പറയുമോ? അച്ഛൻ പറഞ്ഞ കഥ മുഴുവൻ പറയുമോ? ഞാനിനി കൂടുതൽ പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ശാന്തമായ മനസ്സിലാണ് ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ നിങ്ങൾ ഇത് പഠിക്കുക, ഇത് അഭ്യസിക്കുക. അല്പസമയമെങ്കിലും ദൈവത്തിൻ്റെ തിരുമുൻപാകെ ഒച്ചപ്പാടില്ലാതെ ബഹളമില്ലാതെ സ്വസ്ഥമായി ശാന്തമായിരുന്ന് ശമൂവേൽ ബാലനെ പോലെ ദൈവശബ്ദം എന്താണ് എന്ന്, ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കുവാനായിട്ട് കാത് കൂർപ്പിച്ച് ചെവി കൂർപ്പിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം നമ്മോട് പലതും സംസാരിക്കും. ഒച്ചപ്പാടുണ്ടാക്കാതെ ശാന്തമായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കും, പേർ ചൊല്ലി വിളിക്കും. ശമൂവേലേ ശമൂവേലേ എന്നവനെ വിളിച്ചതുപോലെ നമ്മെയും പേർ ചൊല്ലി വിളിക്കുവാനായിട്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം മൃദുവായിട്ട് കേൾക്കുവാൻ ജീവിതത്തിൽ ശാന്തത പാലിക്കണം. സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കുവാനും സമയം നിങ്ങൾ കണ്ടെത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ JSVBS പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ മംഗളങ്ങളും ഈ സമയത്ത് നേരുന്നു. നിങ്ങൾക്ക് മനോഹരമായ ക്ലാസ് എടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട വർഗീസ് സാറ്, TM വർഗീസ് സാറ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സാറിനെ അറിയാമോ?
ഇപ്പോഴത്തെ തലമുറയിലെ കൊച്ചുകുട്ടികൾക്ക് അറിയാൻ പാടില്ല, നമ്മുടെ താഴെയുള്ള MGM സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ആളാണ്. ദേശീയ തലത്തിൽ പ്രസിഡന്റിൽ നിന്നും നല്ല അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ. ഇന്ന് നമുക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുവാനായിട്ടാണ് പ്രിയപ്പെട്ട സാറ് വന്നിരിക്കുന്നത്. ഈ ആധുനിക ലോകത്തിൽ വളർന്നു വരുന്ന തലമുറയിൽ, യുവാക്കന്മാരിലും കൗമാരപ്രായത്തിലുള്ള ആളുകളുടെ ഇടയിലും ഏറ്റവും അധികം മാരകമായ വിഷം പോലെ ഇന്ന് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും പിടിവിട്ട് നമുക്ക് സ്വതന്ത്രമായി ദൈവത്തെ ആരാധിച്ച് ലഹരി ഉപയോഗിക്കാത്ത, മദ്യം ഉപയോഗിക്കാത്ത, പുകവലിക്കാത്ത ഒരു സംസ്കാരം, ഒരു സമൂഹമായിട്ട് വളർന്നു വരുവാനും മാതൃകയുള്ള ഒരു തലമുറയായി തീരുവാനും ആകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അതിനാവശ്യമുള്ള ബോധവൽക്കരണ ക്ലാസ് പ്രിയപ്പെട്ട വർഗീസ് സാറ് നമുക്ക് എടുക്കും. എല്ലാവരും ശ്രദ്ധയോടുകൂടെ സാറിൻ്റെ ക്ലാസ്സിൽ ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണമെന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട വർഗീസ് സാറിനെ നമ്മുടെ JSVBSൻ്റെ ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യുവാക്കന്മാർ, മാർ കുര്യാക്കോസ് യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ തൊട്ടുപിറകിൽ ഇരിക്കുന്നുണ്ട്. സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അവർ നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിത്തരും കേട്ടോ. ഒരു പ്രതിജ്ഞ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനമെടുക്കുന്ന, പ്രതിജ്ഞ എടുക്കുന്നതായ ഒരു സമയമുണ്ട്. അപ്പോൾ അവരത് ചൊല്ലിത്തരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലണമെന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇടവകയിലുള്ള കുഞ്ഞുങ്ങളായ നമുക്കെല്ലാവർക്കും ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയില്ല, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമെന്നുള്ള ആ നല്ല തീരുമാനത്തോടെ ഈ 2025 VBSന് സമാപനം കുറിച്ചുകൊണ്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഹാപ്പി VBS, ഹാപ്പി ഹാപ്പി VBS, ഹാപ്പി 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 VBS. അടുത്തതായി നമ്മുടെ ആശംസാ പ്രസംഗമാണ് ഈ യോഗ നടപടിയിലുള്ളത്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരിപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരായ ശ്രീ സാബു സാറ്, ശ്രീ ഡെയ്സൺ MJ അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ലഹരി ബോധവൽക്കരണ ക്ലാസ് ഇപ്പം അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യ അതിഥി ദേശീയ തലത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ സാറാണ്. അതുപോലെ നമുക്ക് ഈ താഴെ കാണുന്ന MGM സ്കൂൾ അറിയില്ലേ എല്ലാവരും, പുതിയതായിട്ട് ഇപ്പം നിർമ്മിച്ച ആ സ്കൂളിൽ അനേക വർഷം അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മികച്ച അധ്യാപകനാണ്. അതുപോലെ മദ്യവിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു അധ്യാപകനാണ്. ബഹുമാനപ്പെട്ട ശ്രീ TM വർഗീസ് സാറിനെ, പഴന്തോട്ടത്താണ് സാറിൻ്റെ വീട്. ഇപ്പോൾ TM വർഗീസ് സാറിനെ എത്രയും ആദരവോടുകൂടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനമുള്ള സ്നേഹ സമ്പന്നനായ നമ്മുടെ പ്രിയപ്പെട്ട വർഗീസച്ചൻ, എൻ്റെ സ്വന്തമായ PC യോഹന്നാൻ സാറ്, എൻ്റെ മുന്നിലും ചാരുവേല നിൽക്കുന്ന പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകർ, യൂത്ത് അസോസിയേഷൻ പ്രതിനിധികളെ, കുട്ടികളെ, എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പി VBS എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഹാപ്പി VBS. സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
ഇവിടെ ഇരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നവരാണോ കൂടുതൽ മിടുക്കന്മാര്? ചേടാ കുറെ പേര് കൈപൊക്കിയില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നവരാണോ കൂടുതൽ മിടുക്കന്മാര്? എടാ ഏതൊരു കാര്യം കണ്ടോ, ഇവിടെ എല്ലാരും കൈ പൊക്കിയില്ല. നോക്കിയോട്ടോ നിങ്ങള്, ഇവിടെ ഇരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നവരാണോ കൂടുതൽ മിടുക്കന്മാര്? അച്ഛാന്ന് പരീക്ഷിച്ച് നോക്കാം, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താ ടീച്ചറെ, ആരാ കൂടുതൽ മിടുക്കന്മാരെന്ന് പരീക്ഷിച്ച് നോക്കാം. എനിക്കിന്നും പാടറിയാൻ വിളി. ഞാൻ അച്ഛൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ് ദൈവമേ അച്ഛൻ്റെ ഒച്ച പോലെ എനിക്ക് ഇത്ര ഒച്ച കിട്ടിയെങ്കിന്ന് എന്നെ ചെയ്യാന്. എന്നാലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നോ ഈ ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പാണോ കൂടുതൽ ശക്തിക്ക് ഒച്ചയിൽ പുത്തുംകുരിശ് താഴെ സ്കൂളിൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കണം അതുപോലെ ഒച്ചയ്ക്ക് പാടുന്ന ഏത് ഗ്രൂപ്പാണെന്ന് ടെസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് സമ്മാന കച്ചം തരും. ഇപ്പൊ ഈ ഗ്രൂപ്പുകാരാ പാടാവുള്ളൂ കേട്ടോ, നിങ്ങൾ പാടരുത് കേട്ടോ. ഏത് ഗ്രൂപ്പുകാർ പാടരുത്? നിങ്ങൾ ഇത് ബി ഗ്രൂപ്പുകാർ പാടരുത് കേട്ടോ. ലാ 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 ലാ. ഇതെല്ലാരും പാടി വെച്ചാ ഈ തവണ പൊട്ടിയത് തന്നെ. നോക്കാൻ പോകെ, നിങ്ങൾ പാടരുത് കേട്ടോ, പറ്റിക്കരുത് തന്നെ, പാടരുത് കേട്ടോ. ലാ 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 ലാ. അവരെല്ലാരും പാടിയോടാ. ശരി, നിങ്ങൾ നോക്കിയോട്ടോ, ഈ തവണ ഒരു പാടുമ്പോ എല്ലാവരും ഒന്ന് പാടുമെന്ന് നോക്കിയോട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളണം ആരാ പാടാത്തെന്ന്. നിങ്ങൾ അവരും ശ്രദ്ധിക്കും. ലാ 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 ലാ. കറക്റ്റ്. ഈ തവണ എല്ലാവരും പാടിയില്ലേ? അപ്പൊ ഓയ്യോ, അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, പകരം വീട്ടാം. നോക്കാം. ഇതാ നമ്മൾ നോക്കിയോട്ടോ, അവർ ചമ്മിക്കണം. ലാ 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 ലാ. ഈ തവണ പട്ടി ആര് കൊണ്ടുപോകും അച്ഛനെ സമ്മാനം എന്നാണ്. അപ്പൊ ഇവര് പറഞ്ഞെന്നറിയാവോ? അവരെന്നാ പറഞ്ഞറിയോ? നിങ്ങൾക്ക് ലാലാ ലാല പറയാനാ അറിയാവുള്ളൂ, വാക്കുകളൊന്നും പറയാൻ അറിയാൻ പാടില്ലെന്ന് ഇവര് പറയണേ. അറിയാൻ പാടില്ലേ? നമുക്ക് പാടാൻ പറയട്ടോ. ശരി. മദ്യം ചെന്നാൽ എന്താകും? ഓയ്യോ, കേട്ടാ? നിങ്ങക്ക് പാടാമോ? മദ്യം ചെന്നാൽ എന്താകും? ആരാ കൂടുതൽ ചേട്ടാ? ഇപ്പൊ നമുക്ക് യൂത്ത് അസോസിയേഷൻ ഒന്ന് നോക്കി വെച്ച് മാർക്ക് ഇടണം കേട്ടോ. അവസാനം ആരാണ് എൻ്റെ ഗ്രൂപ്പിൽ ഏത് കിട്ടും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രൂപ്പാണ്. മദ്യം ചെന്നാൽ എന്താകും? ഇനി നിങ്ങൾ മദ്യം ചെന്നാൽ എന്താകും? നിങ്ങൾ എല്ലാം പോയി പോകും, എല്ലാം പോയി പോകും. എന്തെല്ലാം പോയി പോകും? എന്തെല്ലാം പോയി പോകും? അവർ പറഞ്ഞെന്നറിയാമോ? അവർക്ക് ഒച്ചപ്പാടാൻ കഴിയുന്ന. നോക്കാം നമുക്ക്. എന്തെല്ലാം പോയി പോകും? എന്തെല്ലാം പോയി പോകും? എന്താ പോണെന്ന് പറയട്ടെ. ഇത് വീട്ടിൽ പോയി പാടുവോ നിങ്ങള്? അപ്പച്ചനെ കേൾപ്പിക്കോ? അമ്മേനെ കേൾപ്പിക്കോ? എന്നാലേ ഞാൻ ബാക്കി പറഞ്ഞോളൂ. കേൾപ്പിക്കുമോ? ശരി. ബുദ്ധിമെല്ലെ പോയി പോകും. അയ്യോ, ഇമ്പൊക്കെ എന്നാ സാധന വേണ്ടേ? പ്രാർത്ഥിക്കുമ്പോ എന്തുണ്ടാവാനാ പ്രാർത്ഥിക്കണ്ടേ? സോളമൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? എന്റെ ദൈവമേ എനിക്ക് എന്ത് വേണം? ഉറക്കെ പറ, എന്ത് വേണം? അപ്പോ മദ്യം ചെന്നാൽ എന്താകും? ബുദ്ധിമെല്ലെ പോയി പോകും. മദ്യം ചെന്നാൽ എന്താകും?
മദ്യം ചെന്നാൽ എന്താകും? ആരോഗ്യമെല്ലാം പോയി പോകും. ഇവര് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സമ്മതിച്ചോ? ആരോഗ്യമെല്ലാം പോയി പോകും. മദ്യം ചെന്നാൽ എന്താകും? മദ്യം ചെന്നാൽ എന്താകും? ആരോഗ്യമെല്ലാം പോയി പോകും. കോളേജിൽ പോയപ്പോ നല്ല ചേട്ടനായിരുന്നു. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, മുടിയൊക്കെ ഇവിടെയൊക്കെ വെട്ടി, അങ്ങനെ ഇട്ട്, നല്ല പാൻസൊക്കെ ഇട്ട്, ഷർട്ടൊക്കെ ഇട്ട് ചേട്ടൻ കോളേജിലേക്ക് പോയിട്ട് ആരാന്റെ കൂടെ മദ്യപിച്ചപ്പോ കണ്ണൊക്കെ ഒട്ടിപ്പോയി, കവിളൊക്കെ ഒട്ടിപ്പോയി, കൂന് പിടിച്ച് വളഞ്ഞു പിടിച്ച് ഇങ്ങനെ നടക്കാണ്. ആരോഗ്യമെല്ലാം ഞാൻ ഇനിയൊരു കഥ പറയട്ടെ, കേക്കട്ടെ? അച്ഛൻ നിങ്ങൾക്കൊരു മനോഹരം കഥ പറഞ്ഞില്ലേ? കഥ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട്, എ ഗ്രൂപ്പോട് ചോദിക്കും കഥ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആ കഥയുടെ 2 ചോദ്യം ചോദിക്കും, ബി ഗ്രൂപ്പോട് ചോദിക്കും. അപ്പൊ ആരാ ഉത്തരം പറയണമെന്ന് അറിയണം. പറഞ്ഞോട്ടെ, പറയട്ടെ? പിന്നല്ലേ സമാനമുണ്ട്. വർഷം പറയാം ആദ്യം. പണ്ടെന്നൊക്കെ അല്ലേ. ഇപ്പൊ ഞാൻ പറയാം, ഇതുണ്ടായ സംഭവം കേട്ടോ, കഥയെന്ന് പറയാൻ പറ്റില്ലേ? ഉണ്ടായ സംഭവം. ഞാൻ കോളേജിൽ പഠിക്കേണ്ട കാലം 1980. ഒരു സായം സന്ധ്യാസമയം വൈകിട്ട് കോളേജൊക്കെ വിട്ട് കോലഞ്ചേരിയുടെ ആ റോഡിലൂടെ ബസ്സുകൾ ഇങ്ങനെ പായുന്നു. മനസ്സിൽ കാണാമോ? ബസ്സുകൾ ഇങ്ങനെ പോണ കാണാമോ? സ്കൂട്ടറുകൾ ഇങ്ങനെ പോകുന്നു, മനസ്സിൽ കാണാമോ? കോലഞ്ചേരിയിൽ നിന്ന് കടയിരിപ്പ് ഭാഗത്തേക്ക് പോകാനുള്ള റോഡിന്റെ ഒരു വശത്ത് ഒരു കടയുടെ മുറ്റത്ത് ഞാനും എൻ്റെ കുറെ കൂട്ടുകാരും നിൽക്കുന്നു. മനസ്സിൽ കാണാമോ? തൊട്ട അങ്ങപ്പുറം എൻ്റെ കൂടെ പഠിക്കണ കുറച്ച് പെമ്പിള്ളേരും നിൽക്കണു. ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുക. നല്ല കൂട്ടുകാരാണ് ഞങ്ങള്. ഈ സമയത്ത് ഒരു ചേട്ടൻ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ചേട്ടന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചി അന്ന് പ്ലാസ്റ്റിക് അപൂർവം കിട്ടാനുള്ളൂ, ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് ഇല്ല. ചേട്ടൻ ആരാണ്ട് കൊടുത്ത ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും പിടിച്ച് ആ ടൗണിന്റെ നടുക്കോട്ട് വന്നുണ്ടായ സംഭവം. അവിടെ വന്നപ്പോ ഞങ്ങൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഈ ചേട്ടൻ ഇങ്ങനെ നോക്കി. ചേട്ടൻ ഭാഗ്യവശാൽ നിക്കറിട്ടിട്ടുണ്ട്, പിന്നെ മുണ്ടെടുത്തിട്ടുണ്ട്, പിന്നെ ഉടുപ്പിട്ടിട്ടില്ല. ചേട്ടന്റെ തോളത്തൊരു തോർത്തുണ്ട്, അത് ചേട്ടൻ ഇട്ടിരിക്കുന്നത്. ചേട്ടന്റെ പേര് മത്തായി. ചേട്ടൻ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ചേട്ടന്റെ കയ്യിലെന്തുണ്ട്? ഒരാള് പറഞ്ഞില്ല, ചേട്ടന്റെ കയ്യിലെന്തുണ്ട്? സഞ്ചിക്കകത്തെന്തുണ്ട് അറിയില്ല. നുണ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ എന്നാന്ന്, ഞാൻ ഇന്നതാന്ന് പറഞ്ഞോ, ഇന്ന സാധനാന്ന് പറഞ്ഞോ? ഞാൻ പറയാൻ പോവാണ്. എന്നാണ് പറയാൻ പോകട്ടോ? ഈ മത്തായി ചേട്ടന്റെ കയ്യിലെ സഞ്ചിക്കകത്ത് എന്തുണ്ടെന്ന് പറയാൻ പോവാണ്. അല്ല 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 ശരി, ഞാൻ പറയട്ടെ? യെസ്, പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ? ഈ ചേട്ടന്റെ സഞ്ചിയുടെ ഉള്ളിൽ ചാളയായിരുന്നു. ഈ ചേട്ടന്റെ സഞ്ചിയുടെ ഉള്ളിൽ ചാളയായിരുന്നു. ചേട്ടൻ ഇങ്ങനെ കവലയ്ക്ക വന്നിങ്ങനെ ഈ സഞ്ചിയും പിടിച്ച് ഇങ്ങനെ ആടി നിൽക്കുമ്പോ ഈ ചേട്ടന്റെ സഞ്ചിയുടെ അടിയിലൊരു തുള വീണു. അപ്പൊ ഈ സഞ്ചിയിൽ നിന്നൊരു ചാള താഴേക്ക് ചാടി. സ്ലോലി ദാറ്റ് കംസ് ഡൗൺ. മെല്ലെ താഴേക്ക് പോന്നു. അപ്പൊ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്ന അറിയാമോ? എന്ത് ചെയ്തു? കുനിഞ്ഞ് ഈ ചാളയെടുത്ത് ഈ സഞ്ചിയിലേക്ക് ഇട്ടു. അപ്പൊ എന്ത് ചെയ്തു? എന്ത് പറ്റി? ഉറക്കെ പറ, എന്ത് പറ്റി? വെരി ഗുഡ്. അച്ഛാ, ഇത് ബുദ്ധിമുട്ടുള്ള പിള്ളേരെ കാലം ബുദ്ധിയുള്ളല്ലോ സാറേ.
യെസ്. അപ്പൊ അടുത്ത ചാള താഴേക്ക് പോന്നു. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തു? ആ ചാള എടുത്തിട്ടു. അപ്പൊ അടുത്ത ചാള താഴേക്ക് വന്നു. അപ്പൊ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സഞ്ചി ഇങ്ങനെ പൊക്കി, ഇന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, മത്തായി ചേട്ടൻ ഇങ്ങനെ സഞ്ചി പൊക്കി പിടിച്ചിട്ട് ഒരു പാട്ട്. എന്താ പാട്ടെന്നറിയാമോ? കിടക്കട ചാളെ കിടക്കട ചാളെ കൂട്ടിനകത്ത് കിടക്കട ചാളെ. ഇതാരാ പാടണേ? ആരാ പാടണേ? മത്തായി ചേട്ടൻ റോഡിൽ നിന്ന് പാടാണ്. കിടക്കട ചാളെ കിടക്കട ചാളെ കൂടിനകത്ത് കിടക്കട ചാളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ആട്ടിയ എന്ത് സംഭവിക്കും? അയ്യോ, ഈ കൂടിങ്ങനെ ആട്ടിയ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എല്ലാ ചാളും താഴേക്ക് അടി. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മത്തായി ചേട്ടൻ ആ റോഡിൽ അങ്ങോട്ട് ഇരുന്ന് ചമ്പരപ്പടി ഇരുന്നേച്ച് ഈ കൂട്ടിലേക്ക് ചാളയെ പറക്കിയിട്ട് അങ്ങനെ ഇരുന്നപ്പോ വണ്ടിക്കാരൻ അപ്പുറം ഒന്ന് ഓണടിച്ചു, ഇപ്പടെ ബസ്സുകാരൻ ഓണടിച്ചു, ആൾക്കാർ ചിരിച്ചു, കൂവി, പോലീസ് വന്നു. ഈ ചേട്ടനെ എടുത്ത് ഇങ്ങനെ പൊക്കി പോലീസ് ജീപ്പിലേക്ക് കയറ്റി. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം. അച്ഛൻ പറഞ്ഞ പോലെ ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോളണം. ഞാൻ ചിരിച്ചു. ആര് ചിരിച്ചു? ഞാൻ എന്ന് പറഞ്ഞ ആരാ? ഞാൻ. ആരാ? എന്റെ പേരെന്നാ? മത്തായി. എന്റെ പേരോ? എന്റെ പേരെന്നാ? വർഗീസ് ചിരിച്ചു. ഞാൻ ചിരിച്ചു. തൊട്ടടുത്ത് നിന്ന ബേസിൽ ചിരിച്ചു. ചിരിച്ചു. പൗലോസ് ചിരിച്ചു. ലക്ഷ്മിക്കുട്ടി ചിരിച്ചു. ഇനി പറയട്ടെ, ശ്രദ്ധിച്ചോ. ഇനി ചോദ്യം നമ്പർ 3. ചോദ്യം നമ്പർ വന്നാണോ? എന്റെ കൃത്യമാണ് 3. എത്ര? ഇനി തരത്തെ ചോദ്യം ഏതാ? 3 1 യെസ്. നമ്പർ 1 ചോദിക്കാൻ പോവാണ്. ഒരു പെൺകുട്ടി മുടി ഇങ്ങനെ ചീകി ബാക്കിലേക്ക് മെടഞ്ഞിട്ട് ഒരു റാ ഇങ്ങനെ വെച്ച് ഒരു ഫയല് കയ്യിൽ വെച്ച് നിൽക്കണു. അവളുടെ പേര് പറയാൻ പോണ്. എന്ത്? പെങ്കൊച്ചിന്റെ പേര് എന്താ പറഞ്ഞേ? ലക്ഷ്മിക്കുട്ടി. അതല്ല, അത് വേറെ. ലക്ഷ്മിക്കുട്ടി ചിരിച്ചു. ഇനി ചിരിക്കാത്തൊരു ബെച്ചന്റെ പേര് പറയാൻ പോവാ. പറയട്ടെ, പേര് പറയാൻ പോവാ. മേരി ചിരിച്ചില്ല. ആര് ചിരിച്ചില്ല? ആര് ചിരിച്ചില്ല? ടീച്ചറെ കാര്യം മനസ്സിലായോ? മേരി. വർഗീസ് ചിരിച്ചു, ലക്ഷ്മി ചിരിച്ചു, ജാക്കബ് ചിരിച്ചു, ബേസിൽ ചിരിച്ചു. മേരി ചിരിച്ചില്ല. മേരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ അടർന്നടർന്ന് വീണു. അവളുടെ ഹൃദയം ഇങ്ങനെ വിങ്ങി പൊട്ടി. എന്താണ് മേരി ചിരിക്കാഞ്ഞെന്ന് പറയാമോ? ഉറക്ക പറയാം. ആരുണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആര് പറയും? വെരി ഗുഡ്. കൈയടിച്ചു കൊടുത്തേ. എന്റെ ദൈവമേ, അതല്ലേ കണ്ടീഷൻ. മേരിയുടെ അപ്പനായിരുന്നു അത്. He was the father of Mary. ആ മനുഷ്യൻ മേരിയുടെ അപ്പനായിരുന്നു. ഒരു മനുഷ്യൻ മദ്യപിച്ച് പ്രോട്ടിൽ പേക്കുത്ത് കാണിക്കുമ്പോൾ എല്ലാവർക്കും ചിരിക്കാം. ആർക്കറിയും? ഈ ഗ്രൂപ്പ് വരാ. നിങ്ങൾ പറയില്ല, ഇവർ പറഞ്ഞു. ആർക്കറിയും? കറക്റ്റ്. ആർക്കറിയും? ഒരാൾ പറയാനുണ്ട്. ആർക്കറിയും? നിങ്ങൾ പറ. ആർക്കറിയും? ആ പെൺകുട്ടിയുടെ നെഞ്ച് പൊട്ടുകയായിരുന്നു. അവളുടെ മനസ്സിൽ ഇങ്ങനെ അടക്കം പറഞ്ഞു. അപ്പൻ എനിക്കൊന്നും തന്നില്ലെങ്കിലും ഈ നാൽക്കലവയിൽ വന്ന അപ്പൻ എന്നെ മാനം കെടുത്തരുതായിരുന്നല്ലോ. ആരാ പറഞ്ഞേ? അപ്പച്ചൻ എനിക്ക് ഒന്നും തരണ്ടായിരുന്നില്ല അപ്പച്ച. പക്ഷെ ഈ കവലയിൽ വന്ന് ഈ കൂട്ടുകാരൻ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കടത്തതിലായിരുന്നു അപ്പച്ച. മേരി കരഞ്ഞ കാര്യമില്ലേ?
അപ്പൊ മദ്യം ചെന്നാൽ എന്താകും? പറ. മാനമെല്ലാം പോയി പോകും. എന്തു പോകും? ഞാൻ നിർത്താൻ പോവുക. എന്തിനാദ്യം പറയണേ? ഇനി നിങ്ങൾ ആദ്യം ഓർക്കാൻ ചൊല്ലണം. മദ്യം ചെന്നാൽ എന്താകും? മാനമെല്ലാം പോയി പോകും. ഇനി നിങ്ങൾ പറയാം, മദ്യം ചെന്നാൽ എന്താകും? മാനമെല്ലാം പോയി പോകും. മാനമെല്ലാം പോയി പോകും. ധനമെല്ലാം പോയി പോകും. അരി മേടിക്കാൻ കാശുണ്ടാവോ? പഠിക്കാൻ കാശുണ്ടാവോ? വീട് നന്നാക്കാൻ കാശുണ്ടാവോ? വീട് നന്നാക്കാൻ കാശുണ്ടാവോ? പശുവിന് മേടിക്കാൻ കാശുണ്ടാവോ? സർവ കാശ് എവിടെ പോകും? ഇനി ലാസ്റ്റ് ഒരു കാര്യം, മദ്യപിച്ച് നമ്മളെ കൂടെയുള്ള ഏറ്റവും നമ്മളുടെ ആള് ആരാത്? വെരി ഗുഡ്. ആരാത്? ദൈവം നമ്മെ വിട്ടുപോകും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ പരിശുദ്ധാത്മാവിനിൽ നിന്ന് ദൈവത്തിന് ഇരിക്കാൻ കഴിയില്ല. നമ്മൾ ഇരിക്കാൻ കഴിയില്ല, നമ്മൾ വസിക്കാൻ കഴിയില്ല. ദൈവം നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമ്മൾ ദൈവമില്ലാത്ത, ദൈവ ചൈതന്യമില്ലാത്തവരാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് യേശുവിനോട് പാടണം, നല്ലവനായ യേശുവേ. ഇവരായിരിക്കും ഇച്ചോടെ ഈണത്തിൽ പാടുക, എനിക്ക് ഈണമില്ല. നല്ലവനായ യേശുവേ, എന്നിൽ കുടിയിരിക്കണമേ. ആരെന്നെ കുടിയിരിക്കേണ്ടത്? ആരാ കുടിയിരിക്കേണ്ടത്? ആരാ നമ്മിൽ കുടിയിരിക്കേണ്ടത്? ആരാ എൻ്റെ ഉള്ളിൽ കുടിയിരിക്കേണ്ടത്? നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും. ഒരു കാര്യം പറയട്ടോ, ഇവർക്ക് ആ ബുദ്ധി എന്നുള്ള വാക്ക് പറഞ്ഞ് പിടികിട്ടിയില്ല. ആ വാക്ക് എല്ലാവരും അപ്പം പറഞ്ഞേ, ബുദ്ധി. ഇവിടെ ഒരാൾ പറഞ്ഞില്ല ബുദ്ധി. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും. നിങ്ങൾ അത്ര അവസരത്തിൽ കാര്യമൊന്നുമില്ല. ഇവർ ഇച്ചോളം ഓർക്കാൻ ചൊല്ലും, നോക്കട്ടെ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും. നല്ല വാക്കായ നാവിൻ്റെ തുമ്പിലും. കറക്റ്റ്. ഇപ്പൊ അവർ പഠിച്ചിട്ടോ? ഇപ്പൊ ഇവര് പഠിച്ചില്ലേ? നല്ല വാക്കായ നാവിൻ്റെ തുമ്പിലും. നല്ല ചെയ്തിയായി. ഉറക്കെ പറ. ഇനി നിങ്ങൾ പറഞ്ഞേ, നല്ല ചെയ്തിയായി. നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും. നന്മയാ എന്നിൽ കുടിയിരിക്കണമേ. ലാ 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 ലാ. ഇനി ബി ഗ്രൂപ്പ്. ലാ 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 ലാ. ഇനി നമുക്ക് ഒപ്പം പാടി നോക്കാം. നമ്മൾ ഒന്നല്ലേ? നമ്മളെല്ലാം ഒന്നല്ലേ? ഇനി ഗ്രൂപ്പ് മാറുമ്പോൾ ഒപ്പം പാടി നോക്കാം. അല്ലേ? പാടി നോക്കാം. എല്ലാരും പാടുവോ? എല്ലാരും പാടുമോ? ഓക്കെ. ബസ്. ലാ 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 ലാ. മദ്യം ചെന്നാൽ എന്താകും? മദ്യം ചെന്നാൽ എന്താകും? എല്ലാം പോയി പോകും.
എല്ലാം പോയി പോകും. എന്തെല്ലാം പോയി പോകും? എന്തെല്ലാം പോയി പോകും? ബുദ്ധിമെല്ലെ പോയി പോകും. ബുദ്ധിമെല്ലെ പോയി പോകും. ആരോഗ്യമെല്ലാം പോയി പോകും. ആരോഗ്യമെല്ലാം പോയി പോകും. മാനമെല്ലാം പോയി പോകും. മാനമെല്ലാം പോയി പോകും. ദൈവം നമ്മെ വിട്ടുപോകും. ഇനി ഒറ്റ കാര്യം പറഞ്ഞാൽ നിർത്താം. സമ്മതിച്ചോ? നിങ്ങളൊരു കാര്യം പറയണം. രണ്ടു കൂട്ടരും പറഞ്ഞ കൈ ഉയർത്തി പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. ഇന്ന് വീട്ടിൽ പോയി ഇത് അപ്പച്ചനോടും അമ്മോടും പറയുന്നുള്ളൊരു കൈ ഉറക്കപ്പൊക്ക്. വെരി ഗുഡ്. ഓക്കെ, അവൻ പറഞ്ഞോളൂ. അവൻ പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞു അവൻ തന്നെ പറഞ്ഞോളും. ഓക്കെ യെസ്. സമ്മതിച്ചോ? എല്ലാവരും കൈ താഴെ ഇട്ടോ. ഒരു കഥ കൂടി പറഞ്ഞ് ഞാനങ്ങ് നിർത്തിക്കോളാം. ഒരു കഥ കൂടി പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഒരു കഥ കൂടി പറഞ്ഞ് നിർത്തിക്കോട്ടെ. യെസ്. എന്തിനാ ഈ മദ്യം കഴിക്കണേ? ആനന്ദിക്കാൻ നമ്മള് അമ്മയുടെ കൂടെ കൂട്ടുകൂടിയിരുന്ന ആനന്ദം കിട്ടില്ലേ? ചേച്ചിയുടെ കൂടെ കൂട്ടുകൂടി ആനന്ദം കിട്ടില്ലേ? നല്ല കഥ കേട്ട ആനന്ദം കിട്ടില്ലേ? പ്രാർത്ഥിക്കുമ്പോ ആനന്ദം കിട്ടില്ലേ? പിന്നെ എന്തിനാ മദ്യപിക്കണേ? ഞാൻ പറയട്ടെ കേട്ടിരുന്നോളാം. ഇവിടെ ഇരിക്കണ ഇത്രയും പിള്ളേര്, ഇത്രയും പിള്ളേർ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ഇരുന്ന് മൂത്രമൊഴിക്കോ? ഇവിടെ മൂത്രമൊഴിക്കണം എന്ന് ആളെന്ത് ചെയ്യും? മൂത്രമൊഴിക്കും അല്ലേ? ഇവിടെ ആരെങ്കിലും തുപ്പോ? വായിലെന്തെങ്കിലും അഴുക്കുന്ന തുപ്പണം തുടങ്ങി എന്ത് ചെയ്യും? പുറത്തു പോയി തുപ്പും അല്ലേ? ശരിയല്ലേ? നിങ്ങളെല്ലാരും ഇങ്ങോട്ട് നോക്കിയിരിക്കല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കൈയെടുക്കുവോ? എന്താ കുഴപ്പം? അടുത്തേക്കണ ആക്കടെ മെത്തുകൊള്ളും. ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇത്രയും സ്ഥലത്ത് ഒരു 50 ആടിനെ ഇട്ടിട്ടുണ്ട്. എന്തിനെയാണ്? ഈ ആടിന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയ ആട് മൂത്രം ഒഴിക്കാൻ പുറത്തേക്ക് പോവോ? ആടിന് കക്കൂസി പോകണമെന്ന് തോന്നിയ ആട് കക്കൂസി പോവോ? ആടിന് തുപ്പണം തോന്നിയ ആട് അവിടെ തുപ്പൂല്ലേ? അപ്പൊ നമ്മളും മൃഗം ഒരുപോലെയാണോ? ഇവരൊക്കെ പറഞ്ഞില്ല. നമ്മളും മൃഗം ഒരുപോലെയാണോ? പക്ഷേ കള്ളു കുടിക്കണ ചേട്ടൻ മെല്ലെ ആടിനെ പോലായിടും. കള്ളു കുടിക്കണ ചേട്ടൻ പയ്യെ ആടിനെ പോലായിടും. അവിടെ തുപ്പും. ചിലപ്പോൾ മുറ്റത്ത് നിന്ന് മൂത്രമൊഴിക്കും. ചിലപ്പോൾ റോഡിൽ നിന്ന് എങ്ങനെ മൂത്രമൊഴിക്കും. ചേട്ടൻ്റെ എന്ത് പോയി? ചേട്ടൻ്റെ എന്ത് പോയി? ആ ബുദ്ധിമ്പിള് കളയണോ? വേണോ? അപ്പൊ നമുക്കൊരു മുദ്രാവാക്യം വിളിക്കണം. സമ്മതിച്ചോ? ആദാമിന്റെ അടുത്തേക്ക് പഴം പറിച്ചു വന്നപ്പോ ആദാമിനൊരു പറ്റി. ധീരത കുറവായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നോ പറയാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ശക്തിയുള്ള സാറേ, ഞങ്ങൾ താറ് വന്നിട്ട് നിർത്താമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. നല്ല മിടുക്കനായ ഒരാളാണെങ്കിൽ വേണ്ടാത്തത് വേണ്ടെന്നും വേണം എന്നുള്ളത് വേണമെന്നും പറയണം. നോ എന്ത് പറയണം? ഒരാൾ പറയാണ്, മോനെ ഇതൊന്നും മണത്തോ, മുമ്പൊക്കെ ചിരിക്ക, നമ്മൾ എന്ത് പറയും? നോ. ഉറക്കെ പറഞ്ഞേ. നോ. പറഞ്ഞില്ല. നോ. വേണ്ടാത്തതിനോട് എന്ത് പറയണം? സമ്മതിച്ചോ? അപ്പൊ നിങ്ങൾ ധീരന്മാരല്ലേ? സമ്മതിച്ചോ? അപ്പൊ സാബു സാർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാട്ടും കൂടെ 2 ലൈൻ കൊണ്ട് പാർത്ത് നിർത്തിക്കോളാം. അപ്പൊ സാർ സംസാരിക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും ആ പാട്ട് പാടണം. മദ്യം ഉറക്കെ പറ. നിങ്ങളെ പാടലോട്ട് തെറ്റിപ്പോകും. ഇവിടെ നിങ്ങൾ തന്നെ പാടിക്കോ. മദ്യം
നാടുടനീളം. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നാടുടനീളം എന്ന് പറയാൻ പറ്റുമോ? ശരി, നോക്കാം. മദ്യം മദ്യം. എടാ അവർ പഠിച്ചോടാ. നാടുടനീളം നാടുടനീളം മദ്യത്തിന്റെ പെരുംപ്രളയം. നിങ്ങൾക്ക് പെരുംപ്രളയം എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാമോ? മദ്യം മദ്യം നാടുടനീളം മദ്യത്തിന്റെ പെരുംപ്രളയം. സത്യം സത്യം. 4 പേര് പറഞ്ഞില്ല. സത്യം സത്യം നാടുമുടിക്കും മദ്യത്തിന്റെ പെരുംപ്രളയം. ഇനി ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ട് നമുക്ക് കൂട്ടാട്ട് ചൊല്ലി അവസാനിപ്പിക്കാം. ഓക്കെ, സമ്മതിച്ചോ? യെസ്, ബി ഗ്രൂപ്പ് ആർ റെഡി? മദ്യം മദ്യം നാടുടനീളം മദ്യത്തിന്റെ പെരുംപ്രളയം. സത്യം സത്യം നാടുമുടിക്കും മദ്യത്തിന്റെ പെരുംപ്രളയം. മദ്യം പോകാതീ മലനാട്ടിൽ കുഞ്ഞുങ്ങൾക്കൊരു ഗതിയില്ല, പാവങ്ങൾക്കൊരു ഗതിയില്ല, പെമ്പിള്ളേർക്ക് ഗതിയില്ല. ശരിയല്ലേ? കള്ളു കുടിച്ചിട്ട് ഇവിടെ മേക്കേട്ട് ഒന്ന് കയറാൻ പോവാ. ശരിയല്ലേ? അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും ഉറക്കെ പാടി നിർത്തിക്കോട്ടെ. ഓക്കെ. മദ്യം മദ്യം നാടുടനീളം മദ്യത്തിന്റെ പെരുംപ്രളയം. സത്യം സത്യം നാടുമുടിക്കും മദ്യത്തിന്റെ പെരുംപ്രളയം. മദ്യം പോകാതീ മലനാട്ടിൽ പാവങ്ങൾക്കൊരു ഗതിയില്ല, കുഞ്ഞുങ്ങൾക്കൊരു ഗതിയില്ല. യെസ്. അപ്പൊ എത്ര നേരം നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടിരുന്നു? മനസ്സിൽ അറിവിനേക്കാൾ പാണ്ഡിത്യത്തെക്കാൾ മനസ്സിലൊരു തീരുമാനമാണ് വേണ്ടത്. ഞാൻ JBS കൂടിയ കുട്ടികളാണ്, BBSന് പോയവരാണ്. എൻ്റെ ഉള്ളിൽ ദൈവമാണ്, യേശുവാണ്. ഞാൻ മോശമായ കൂട്ടുകെട്ടിൽ പെടില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. എടുത്തോ തീരുമാനം? ഇപ്പൊ ചേട്ടന്മാർ പ്രതിജ്ഞയിൽ തരാനും എടുത്തോ തീരുമാനം? എടുത്തോർ ഉറക്കം പറഞ്ഞു യേസ്. 4 പേര് പറഞ്ഞില്ല. യേസ്. ലാ 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 ലാ. മദ്യം ചെന്നാൽ എന്താകും? മദ്യം ചെന്നാൽ എന്താകും? എല്ലാം പോയി പോകും. എല്ലാം പോയി പോകും. എന്തെല്ലാം പോയി പോകും? എന്തെല്ലാം പോയി പോകും? ബുദ്ധിമെല്ലെ പോയി പോകും. ബുദ്ധിമെല്ലെ പോയി പോകും. ആരോഗ്യമെല്ലാം പോയി പോകും. ആരോഗ്യമെല്ലാം പോയി പോകും. ദൈവം നമ്മെ വിട്ടുപോകും. അരുതരുത്, അരുതരുത്, ലഹരി വേണ്ട, അരുതരുത്. ഓക്കെ, ജയ് ജയ്. എന്താന്നാ? ഓക്കെ, BBS. ഓക്കെ. അപ്പൊ എല്ലാവരും സന്തോഷായോ? ഇല്ല, സന്തോഷായോ? വീട്ടിൽ പോയി ഇതെല്ലാവരും പറഞ്ഞു കേൾപ്പിക്കുമോ? ഓക്കെ, എല്ലാവരും മിടുക്കരാവില്ലേ? എല്ലാം മിടുക്കരല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്നെ നിങ്ങളുടെ കൂടെ ഒന്ന് ചേർക്കാനായിട്ട് മനസ്സ് കാണിച്ചുള്ള സന്തോഷം ബേബി സാറിനോട് പ്രത്യേകിച്ച് ഞാൻ പറയാണ്. അച്ഛൻ ഇങ്ങനെ
കാര്യം പറഞ്ഞു. എനിക്കെല്ലാം പുത്തുംകുരിശ് എനിക്ക് ഒട്ടും അകലെയുള്ള സ്ഥലമല്ല, എൻ്റെ സ്വന്തം സ്ഥലമാണ്. നിങ്ങളുടെയൊക്കെ അപ്പച്ചന്മാരെ പലരെയും എൻ്റെ കുട്ടികളെ പിള്ളേരായിരിക്കാം, അമ്മച്ചുമാരും ആയിരിക്കാം. ഏതായാലും നിങ്ങളുടെ കാണാൻ കഴിഞ്ഞാലും കൂടെ കൂടാൻ കഴിഞ്ഞാലും നിങ്ങൾ എന്നെ കൂട്ടുകൂടിയോ? എൻ്റെ കൂട്ടുകൂടിയോ? ഇവർ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകൂടി. ഇപ്പം അവരാ. നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകൂടിയോ? കൂട്ടുകൂടിയോ? അപ്പം എന്നെ കൂട്ടുകൂടിയുള്ള സന്തോഷം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും മംഗളം നേർന്നുകൊണ്ട് നൃത്തത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹാപ്പി VBS, മേരി VBS. വർഗീസ് സാർ ചോദിച്ചില്ലേ കൂട്ടുകൂടിയോന്ന്? അപ്പൊ നിങ്ങളെല്ലാവരും കൂട്ടുകാരായില്ലേ? കൂട്ടുകാരായാൽ നല്ല ക്ലാസ് കേട്ട് എന്ത് ചെയ്യും? എല്ലാവരും അഭിനന്ദിക്കും അല്ലേ? അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് നല്ലൊരു കയ്യടി കൊടുത്തിയ സാറിന്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ. ഓക്കെ, ഇരുന്നോ. അപ്പോൾ നമുക്ക് ഈ ലഹരി വിരുദ്ധ ക്ലാസ് പഠിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. നമ്മുടെ യൂത്ത് അസോസിയേഷനിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇല്ലേ? അപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരും. നിങ്ങളത് അതുപോലെ തന്നെ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. ഓക്കെ? അപ്പോൾ യൂത്ത് അസോസിയേഷനിലെ സെക്രട്ടറി യൂത്ത് അസോസിയേഷന് എല്ലാവരും വന്നേ. എല്ലാവരും ഇവിടെ നിന്നിട്ട് പിള്ളേർക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് ആ പ്രതിജ്ഞ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാവരും പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണോട്ടോ. എഴുന്നേറ്റ് നിന്നോട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് കൈ പിടിച്ചോളണം. ഇത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണിച്ചു തരും കൈ എങ്ങനെ പിടിക്കാന്നൊക്കെ. കുറച്ചങ്ങോട്ട് നീങ്ങി നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്ക്. നമ്മുടെ യൂത്ത് അസോസിയേഷനിൽ അലൻ PJ ആണ് നമുക്ക് പ്രതിജ്ഞ ചൊല്ലി തരുന്നത്. അപ്പോൾ എല്ലാവരും അത് ഏറ്റു ചൊല്ലണം കേട്ടോ. ഓക്കെ, കൈകളൊക്കെ നേരെ പിടിച്ചോട്ടോ. ഇതേ അവർ കാണിച്ചു തരും. എല്ലാവർക്കും സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. മയക്കുമരുന്ന്, പുകയില, കഞ്ചാവ്, പാൻ മസാല തുടങ്ങിയവയുടെ ഉപയോഗം എൻ്റെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ബാധിക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. അവയുടെ ഉപയോഗം കുടുംബങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും ഇല്ലാതാക്കുവാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലായി. ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയും സമ്പത്തിനെയും ഇല്ലാതാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ലഹരിക്ക് കാരണമാകുന്നതൊന്നും ഉപയോഗിക്കുകയില്ല. ലഹരി ഉപയോഗിക്കുന്നവരുമായി ഒരു സൗഹൃദവും സ്ഥാപിക്കുകയുമില്ല. ആരെങ്കിലും ഇവയുമായി ബന്ധപ്പെടുന്നത് അറിഞ്ഞാൽ രക്ഷിതാക്കളെയും അധ്യാപകരെയും പോലീസ് മേധാവികളെയും അറിയിക്കുമെന്നും എൻ്റെ കഴിവും സമയവും ലഹരിവിരുദ്ധ നാടിനായി തികഞ്ഞ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ക്രൈസ്റ്റ്. അടുത്തതായി
നമ്മുടെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ സൺഡേ സ്കൂളിലെ സീനിയർ അധ്യാപകനും ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയുമായ എത്രയും ബഹുമാനപ്പെട്ട സാബു PM സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇടവകയുടെ വികാരി വന്ദ്യനായ വർഗീസ് അച്ഛൻ, ഇന്ന് ഈ JSVBSൻ്റെ സമാപന ദിവസം നമുക്കായി നല്ലൊരു ക്ലാസ് നൽകി നമ്മെ അനുഗ്രഹിച്ച TM വർഗീസ് സാറ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ PC യോഹന്നാൻ സാറ്, JSVBSൻ്റെ ഡയറക്ടർ ശ്രീ KV ബേബി സാറ്, ഈ JSVBS ക്ലാസ്സിലെ അധ്യാപകരെ, അനധ്യാപകരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സൺഡേ സ്കൂളിലെ അധ്യാപകരെ, അതോടൊപ്പം തന്നെ ഈ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന VBS ക്ലാസ്സുകളിലേക്ക് കടന്നു വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും പള്ളി അങ്കണത്തിൽ ചെലവഴിക്കുകയും ദൈവവചനവും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണമെന്നുള്ള ക്ലാസ്സുകളെല്ലാം കേട്ട് ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റണവരവിടെ ഇരുന്നേ, പരസ്പരം വർത്തമാനം പറയാൻ പറ്റാത്തവർ. അപ്പം നമുക്ക് ഇന്ന് ഈ VBSൻ്റെ സമാപന ദിവസം നിങ്ങൾ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ മദ്യത്തെയും മയക്കുമരുന്നിനെയും ലഹരി പദാർത്ഥത്തെയും അവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചും നമുക്ക് ക്ലാസ് എടുത്ത അധ്യാപകനെ നിങ്ങളാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ സാറ് ദേശീയ തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ മികച്ച ഹൈസ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മാനം നേടിയിട്ടുള്ള അധ്യാപകനാണ്. ആ സാറിന് നല്ലൊരു കയ്യടി കൊടുത്തേ. അപ്പോൾ ഈ സാറ് പുത്തൻകുരിശിൽ തന്നെയുള്ള MGM ഹൈസ്കൂളിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും മാതാപിതാക്കളെ. അപ്പോൾ നമുക്ക് ആ അധ്യാപകൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാകണം. കാരണം നിങ്ങളാണ് ഈ നാടിൻ്റെ, നമ്മുടെ സഭയുടെ, നമ്മുടെ ഇടവകയുടെ എല്ലാം വരും കാലങ്ങളിലെ സാരഥികളായി മാറേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും നമ്മുടെ പ്രശ്നമാണെന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ അടുത്തിടെ വായിച്ചിട്ടുണ്ടല്ലേ, സ്കൂൾ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ് പഠിച്ചവരും 11ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പരസ്പരം തമ്മിലടിച്ച് കൂട്ടുകാരനെ അടിച്ചു വന്ന കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും TV കണ്ടിട്ടുണ്ടോ? അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ അച്ചടക്കമില്ലാതെ വളരുന്ന ആളുകളാണ് പലപ്പോഴും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത്, അപകടങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിക്കണം, ഗുരുനാഥന്മാരെ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ പതുക്കെ കുറഞ്ഞു വരും. അതിനുവേണ്ടിയാണ് ഈ 2 മാസക്കാലത്തെ വെക്കേഷൻ്റെ ആദ്യ ആഴ്ചയിൽ യഥാർത്ഥത്തിൽ ഈ പള്ളിയിലും സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിൽ മാതൃകയായി വളരേണ്ട തലമുറയാണ് നിങ്ങൾ മാതൃകയായി വളർന്നില്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ ഇടവക, നമ്മുടെ സമൂഹം വലിയ ആപത്തിലേക്ക് പോകും. വലിയ ആപത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആരെയും പിടിച്ചു നിർത്തുവാൻ മറ്റാർക്കും കഴിയാത്ത രീതിയിലേക്ക് ആ സാഹചര്യങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം മിതമായിട്ട്, അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, അതോടൊപ്പം തന്നെ തികഞ്ഞ സൗമ്യതയോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയണം. ഈ സൗമ്യതയോടുകൂടി നമ്മൾ ജീവിതത്തിൽ പെരുമാറണമെങ്കിൽ നമ്മൾ
എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം, ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം. നന്മ മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന തലമുറയായി നമ്മൾ മാറുക കൂടി ചെയ്താലേ നമ്മുടെ നാടിനും വീടിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലേക്കൊക്കെ അയക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് അവർക്ക് ഇല്ലാത്ത പണം ചെലവാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പല വിനോദ ഉപാധികൾ നിങ്ങൾക്ക് മേടിച്ചു തരുമ്പോൾ അവരൊഴുക്കുന്ന വിയർപ്പ്, അവരൊഴുക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അവർ നിങ്ങളിൽ വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് അപ്രകാരം ബുദ്ധിമുട്ടി ജോലിക്കൊക്കെ പോയി. പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ പാതിരാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലേ? ജോലിയെ കഴിഞ്ഞ് ദൂരെ ദേശങ്ങളിലൊക്കെ പോയി. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ നന്നായി വളർത്തി നല്ല കുട്ടികളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എന്നും ദുഃഖിക്കുന്നവരായിരിക്കും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുവാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുവദിക്കരുത്. ഇപ്പം സാറ് പറഞ്ഞില്ലേ, മദ്യം ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതോടൊപ്പം തന്നെ ചീത്ത കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കെല്ലാം ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ പ്രതിബദ്ധതയോ ഉണ്ടാവുകയില്ല. മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ വരും, അല്ലെങ്കിൽ സഹോദരീ സഹോദരന്മാരെ തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ചില അനുസരണശീലങ്ങൾ വളർത്തിയില്ലെങ്കിൽ. അപ്പോൾ ഈ 2025 വർഷത്തെ VBS ക്ലാസ്സിൽ വന്ന് മടങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അല്ലേ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അത് കഴിക്കുമ്പോൾ, വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോൾ പരസ്പരമുള്ള സ്നേഹ ബഹുമാനങ്ങൾ നിലനിർത്തണം. മാതാപിതാക്കളോട് വളരെ കരുതലുള്ള, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കരുതുന്നത് പോലെ നമുക്ക് അവരെയും കരുതുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് അച്ഛൻ കുർബാന ചൊല്ലി ഉപദേശങ്ങൾ തരുന്നത് കൊണ്ടും സൺഡേ സ്കൂളിൽ വന്ന് അധ്യാപകർ പഠിപ്പിച്ചു വിടുമ്പോൾ ആ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ ബൈബിളിലേക്ക് പഴയ നിയമകാലത്തെ പല വ്യക്തികളെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്, അല്ലേ? ശരിയല്ലേ? പഴയ നിയമകാലത്തെ പല വ്യക്തികളെക്കുറിച്ച് പഠിക്കാറില്ലേ? അവർ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. പുതിയ നിയമത്തിലും അതുപോലെ തന്നെ സ്ലീഹന്മാരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നേരിട്ട് അവർ മുന്നോട്ട് പോയ പല കഥകളും നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച് ജീവിച്ച് ഒടുവിൽ ദൈവത്തിന് പ്രീതിയുള്ള ആളുകളായി മാറിക്കൊണ്ട് ദൈവം അവരെ വലിയ നിലകളിലേക്ക് ഉയർത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നിങ്ങൾ ആത്മീയ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഈ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ പഠനം, VBS ക്ലാസ്സിലെ പഠനം ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനവധിയായി ലഭിക്കുന്നതിനുള്ള ഒരു നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമാകണം. നമ്മളെന്നും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദുർചിന്തകളും ദുർവിചാരങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ നമ്മുടെ ദേവാലയത്തിൻ്റെ കീഴിൽ വളരെ വിജയകരമായി ഈ VBS ക്ലാസ്സുകൾ ഈ വർഷം നടത്തുവാൻ നമ്മെ അനുവദിച്ച ദൈവത്തെ ഒന്നാമതായി മഹത്വപ്പെടുത്തുന്നു. രണ്ടാമതായി അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന VBSൻ്റെ ഡയറക്ടർ ശ്രീ KV ബേബി സാറ്, അതോടൊപ്പം തന്നെ PC യോഹന്നാൻ സാറ്,
മറ്റ് അധ്യാപക അനധ്യാപകർ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പള്ളിയിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളായിരിക്കുന്ന വ്യക്തികൾ, വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികൾ, ഇവർക്കെല്ലാം അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ ഏതൊരു ആത്മീയ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നതിൻ്റെ ഊർജമായി നമ്മുടെ പിന്നിൽ നിൽക്കുന്ന നമ്മളുടെ വികാരിയച്ഛൻ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അച്ഛനോടുള്ള ആ സ്നേഹവും ബഹുമാനവും വളരെ വിനയത്തോടെ രേഖപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ വർഷമായി 2025 കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ VBS ക്ലാസ്സുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. അടുത്തതായി സമ്മാനദാനമാണ്. നമ്മുടെ അഗേസ് സാറ് പേരുകൾ വായിക്കും. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ എല്ലാവരും വരണം. അപ്പോൾ സമ്മാനദാനത്തിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ മേശയുടെ പുറത്തിരുന്ന എന്തോ അച്ഛൻ്റെ ഡയറി എടുത്തുകൊണ്ട് അവിടെ മേശപ്പുറത്ത് അല്ലേ, ഞാൻ ഇവിടെ വെച്ച് ഇവിടെ മേശയുടെ പുറത്തിരുന്ന ഇവിടെ മേശപ്പുറത്തിരുന്നു ഇപ്പൊ ഞാൻ മേശയുടെ ഡയറി വേണ്ട എടുക്കണ്ട, ഞാൻ പറയാം എവിടെയാന്ന് കിട്ടും. അത് ശ്രദ്ധിച്ചേ, ഇനി ഇവിടെ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടൂല. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ എല്ലാവരും. നമ്മുടെ കലാമത്സരങ്ങളുടെയൊക്കെ സമ്മാനങ്ങളാണ് ഇപ്പോൾ നൽകപ്പെടാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരുന്ന മോനെ. ബിഗിനേഴ്സ് സിംഗിൾ സോങ് ഫസ്റ്റ് അനീസ മരിയം ജോമിൻ. പേര് വിളിക്കുന്നവർ വേഗം വന്ന് സമ്മാനം മേടിച്ചിട്ട് പോകണം. സെക്കൻഡ് അന്ന സാറ ഷാജി. അടുത്തത് ബിഗിനേഴ്സ് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് നൈൽ പീറ്റർ, അന്ന സാറ ഷാജി, ജെറോം. മൂന്ന് പേര് ഫസ്റ്റ് 3 പേര്. അടുത്ത ഗ്രൂപ്പ് സോങ് സെക്കൻഡ് അനീസ മറിയം, ഇവാന ബിൻഡോ. അടുത്ത സബ് ജൂനിയർ സിംഗിൾ സോങ് ഫസ്റ്റ് ഏഞ്ചല ജോർജ്. ഫസ്റ്റ് സെക്കൻഡ് സബ് ജൂനിയർ സിംഗിൾ സോങ് സബ് ജൂനിയർ സിംഗിൾ സോങ് 2 ഫസ്റ്റ് ഉണ്ട്. ബേസിൽ ബിജു. സെക്കൻഡ് ഇവാന മറിയം. അടുത്തത് സബ് ജൂനിയർ ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് ഏഞ്ചല ജോർജ്, ഇവാന മറിയം, ക്രിസ്റ്റീൻ മരിയം പോൾ. സെക്കൻഡ് 2 ഗ്രൂപ്പുകാർക്കുണ്ട്. ബേസിൽ ബിജു, ജുവാൻ അനൂപ്, ക്രിസ്റ്റോ മാത്യു. അടുത്ത സെക്കൻഡ് മറ്റൊരു ഗ്രൂപ്പ് സേറ മറിയം, ബദേൽ ബൈജു, സെലിൻ എലിയാസ്. സെക്കൻഡ്
ജൂനിയേഴ്സ് ജൂനിയേഴ്സ് വിഭാഗത്തിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രസ്റ്റി ആയിരിക്കുന്ന സാബു സാറിനെ ക്ഷണിച്ചിരിക്കുന്നു. സിംഗിൾ സോങ് സേറ ആൻഡ് ഏലിയാസ്. ജൂനിയർ സിംഗിൾ സോങ് ഫസ്റ്റ് സേറ ആൻഡ് ഏലിയാസ്. സെക്കൻഡ് ക്രിസ് മരിയ ബിജു. ജൂനിയേഴ്സ് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് നെയ്തൻ എസ് കുന്നത്ത്, ഷാൻ സോണി, ഏബൽ സാൻജോയ്. ജൂനിയേഴ്സ് ഗ്രൂപ്പ് സോങ് സെക്കൻഡ് കെസിയ എലിസബത്ത്, നിയ മരിയം സനീഷ്, ആൻലിൻ മരിയ ഷൈജു. അടുത്ത ജൂനിയേഴ്സ് സ്പീച്ച് ഫസ്റ്റ് ഗോഡ്വിയ എൽദോ. ജൂനിയർ സ്പീച്ച് ഫസ്റ്റ് ഗോഡ്വിയ എൽദോ, സെക്കൻഡ് കെസിയ എലിസബത്ത്. ജൂനിയേഴ്സ് ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ആഗ്നസ് ബേബി. ജൂനിയേഴ്സ് ഫസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ ആഗ്നസ് ബേബി, സെക്കൻഡ് ഏബൽ സാൻജോയ്. ഇതോടുകൂടി ജൂനിയേഴ്സ് മത്സരങ്ങളുടെ റിസൾട്ട് അവസാനിച്ചു. അടുത്ത സീനിയർ സിംഗിൾ സോങ് ഫസ്റ്റ് അനു സാറ ജോമി. സീനിയേഴ്സിനുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന PC യോഹന്നാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സീനിയർ സിംഗിൾ സോങ് ഫസ്റ്റ് അനു സാറ ജോമി. സെക്കൻഡ് പ്രൈസ് അക്സ മരിയ. സീനിയേഴ്സ് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് അലോണ ആൻഡ് ഏലിയാസ്, ഹന്ന രാജു ആൻഡ് ജെയിംസ്. ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് അലോണ ആൻഡ് ഏലിയാസ്, ഹന്ന രാജു ആൻഡ് ജെയിംസ്. അടുത്ത് സീനിയേഴ്സ് ഗ്രൂപ്പ് സോങ് സെക്കൻഡ് ഹെലൻ സൂസൻ സോബി, ബേസിൽ ലിനു, എയ്തൻ സി ജീസൺ. സീനിയേഴ്സ് ഗ്രൂപ്പ് സോങ് സെക്കൻഡ് ഹെലൻ സൂസൻ സോബി, ബേസിൽ ലിനു, എയ്തൻ സി ജീസൺ. അടുത്ത സീനിയർ സ്പീച്ച് അക്സ മരിയ ഫസ്റ്റ്. സീനിയർ സ്പീച്ച് അക്സ മരിയ ഫസ്റ്റ്. സെക്കൻഡ് പ്രൈസ് ആൽവിൻ ജോബി. അടുത്തത് സീനിയേഴ്സിന്റെ ക്വിസ് കോമ്പറ്റീഷന്റെ റിസൾട്ടാണ്. ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ആൽവിൻ ജോബി, സെക്കൻഡ് ഹെലൻ സൂസൻ സോബി. ഇതോടുകൂടി ഹെലൻ സോബി സെക്കൻഡ്. ഇതോടുകൂടി കലാമത്സരങ്ങൾ അവസാനിച്ചു. അടുത്തത് കായിക മത്സരങ്ങളുടെ റിസൾട്ടാണ് വായിക്കുന്നത്. ബിഗിനേഴ്സ് പുഞ്ചിരി മത്സരം ബോയ്സ് ഫസ്റ്റ് ഇമ്മാനുവൽ മിഥുൻ. നല്ല കയ്യടി കൊടുക്കണം കേട്ടോ. ബോയ്സ് സെക്കൻഡ് ജെറോം പോൾ എൽദോ. അടുത്തത് ഗേൾസ് ഫസ്റ്റ് ദിയ മരിയം ഇല്ല. സെക്കൻഡ് ജെറീക്ക മരിയം ഗ്രിഗറി. അടുത്ത ബിഗിനേഴ്സ് മിഠായി പറക്കല് ബോയ്സ് ഫസ്റ്റ് ഇമ്മാനുവൽ മിഥുൻ, സെക്കൻഡ് ജോർജ് ലൈജു. മിഠായി പറക്കൽ ഗേൾസ് ഫസ്റ്റ് അന്ന സാറ ഷാജി, സെക്കൻഡ് പ്രൈസ് ജെസിക്ക മറിയം. അടുത്ത സബ് ജൂനിയർ വിഭാഗമാണ്. സബ് ജൂനിയർ വിഭാഗം പൊട്ടറ്റോ ഗ്യാതറിംഗ് ബോയ്സ് ഫസ്റ്റ് സിറിൽ പോൾ, സെക്കൻഡ് കെവിൻ അജീഷ്. പൊട്ടറ്റോ ഗ്യാതറിംഗ് ഗേൾസ് ഫസ്റ്റ് ക്രിസ്റ്റീൻ മരിയം പോൾ, സെക്കൻഡ് റീത്ത ജെയ്സൺ. അടുത്തത് തൊപ്പിമാറ്റമാണ്. തൊപ്പിമാറ്റം ബോയ്സ് ഫസ്റ്റ് അമൽ കെ സോണി, സെക്കൻഡ് ക്രിസ്റ്റോ മാത്യു ബിജു. തൊപ്പിമാറ്റം ഗേൾസ്
തൊപ്പിമാറ്റം ഗേൾസ് ഫസ്റ്റ് ആഷ്ലിൻ മേരി ബാബു. ആഷ്ലിൻ മേരി ബാബു. തൊപ്പിമാറ്റം ഗേൾസ് സെക്കൻഡ് സെലിൻ ഏലിയാസ്. സെലിൻ ഏലിയാസ്. അടുത്ത ജൂനിയർ വിഭാഗം കുട്ടികൾക്കുള്ള സമ്മാനമാണ്. സമ്മാന വിതരണത്തിന് വേണ്ടിയിട്ട് VBSന്റെ ഡയറക്ടറായിരിക്കുന്ന KV ബേബി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ജൂനിയേഴ്സ് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് ബോയ്സ് ഫസ്റ്റ് ഡിയോൺ മാത്യു ഏലിയാസ്. സെക്കൻഡ് പോൾസി സാജൻ. ഫസ്റ്റ് ഡിയോൺ മാത്യു ഏലിയാസ്, സെക്കൻഡ് പോൾസി സാജൻ. ഗേൾസ് ഫസ്റ്റ് നിയ മരിയം സനീഷ്. ഗേൾസ് സെക്കൻഡ് ആൻഡ്രിയ ആൻവിൻ. ജൂനിയർ വിഭാഗം കസേരകളി ബോയ്സ് ഫസ്റ്റ് ക്രിസ്റ്റി സുധീർ. ജൂനിയർ വിഭാഗം കസേരകളി ഫസ്റ്റ് ക്രിസ്റ്റി സുധീർ, സെക്കൻഡ് ഏബൽ ഡാമിയൻ സിബി. അടുത്ത കസേരകളി ഗേൾസ് ഫസ്റ്റ് ഐറിൻ സാറ ജിജോ. അടുത്ത കസേരകളി ഗേൾസ് വിഭാഗം സെക്കൻഡ് ഗോഡ്ബിയ എൽദോ. ഗോഡ്ബിയ എൽദോ. അടുത്തത് സീനിയർ വിഭാഗമാണ്. സീനിയർ വിഭാഗം ബോട്ടിൽ ഫില്ലിംഗ് ബോയ്സ് ഫസ്റ്റ് പ്രൈസ് അതുൽ കെ സോണി. സെക്കൻഡ് പ്രൈസ് ബേസിൽ റജി. സീനിയർ വിഭാഗം ബോട്ടിൽ ഫില്ലിംഗ് ഗേൾസ് ഫസ്റ്റ് പ്രൈസ് ഹന്ന രാജു. സെക്കൻഡ് പ്രൈസ് ആഗ്നസ് വിനു. ഫസ്റ്റ് പ്രൈസ് ഹന്ന രാജു, സെക്കൻഡ് പ്രൈസ് ആഗ്നസ് വിനു. അടുത്തത് ബലൂൺ കപ്പ് ഷിഫ്റ്റിംഗ് മത്സരമായിരുന്നു. അതിൻ്റെ ബോയ്സ് ഫസ്റ്റ് ബേസിൽ റജി. സീനിയർ വിഭാഗം കുട്ടികളുടെ മത്സരത്തിൻ്റെ റിസൾട്ടാണ്. ബോയ്സ് ബേസിൽ റജി ഫസ്റ്റ്, സെക്കൻഡ് പ്രൈസ് ആഷ്ലിൻ കുര്യാക്കോസ്. ഗേൾസ് അടുത്തത് ഗേൾസ് ആണ്. ഗേൾസ് ഫസ്റ്റ് ഹന്ന രാജു, സെക്കൻഡ് പ്രൈസ് അലോണ ആൻഡ് ഏലിയാസ്. സെക്കൻഡ് പ്രൈസ് അലോണ ആൻഡ് ഏലിയാസ്. ഇതോടുകൂടി കലാ കായിക മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. അടുത്തത് ഈ സൺഡേ സ്കൂളിൽ നടത്തിയ VBSന്റെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റുഡൻസിനുള്ള പ്രൈസാണ് വിതരണം ചെയ്യുന്നത്. ഈ സമ്മാനദാനം വിതരണം ചെയ്തതിന് നമ്മളുടെ പള്ളിയിലെ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റുഡൻസിനുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളി വികാരിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അതാത് ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ബെസ്റ്റ് സ്റ്റുഡൻസിനുള്ള പ്രൈസാണ് ബിഗിനേഴ്സ് എ അനിസ മരിയം. ബിഗിനേഴ്സ് ബി ക്ലാസ്സിൽ അന്ന സാറ ഷാജി. നല്ല കയ്യടി കൊടുക്കണം കേട്ടോ, ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ്. അടുത്തത് സബ് ജൂനിയർ വിഭാഗം എ ക്രിസ്റ്റീൻ മരിയം പോൾ. സബ് ജൂനിയർ വിഭാഗം ബി ക്ലാസ് സേറ സൂസൻ എൽദോ. ജൂനിയർ വിഭാഗം എ സൈറ ആൻ ഏലിയാസ്. ജൂനിയർ എ ക്ലാസ് സൈറ ആൻ ഏലിയാസ്. ജൂനിയർ വിഭാഗം ബി ഏബൽ സാൻജോയ്. ജൂനിയർ വിഭാഗം ബി ഏബൽ സാൻജോയ്. അടുത്ത സീനിയർ വിഭാഗം ജോൺ ജോബി. അടുത്തത് ഇനി വളരെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള സമ്മാനങ്ങളാണ്. സമ്മാനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അതിന് പ്രോത്സാഹനം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നമ്മളുടെ VBSൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ കീഴിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ പഠിപ്പിച്ചതും എല്ലാം ആരാ? ടീച്ചർമാരുണ്ട്, സാറുമാരുണ്ട് അല്ലേ? അപ്പം അവർക്കുള്ളതും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കുള്ള സമ്മാനമാണ് ഈ അവസരത്തിൽ വിതരണം ചെയ്യുന്നതിന്
ഓരോരുത്തരുടെയും പേര് വിവരം വിളിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെല്ലാവരെയും പാട്ട് പഠിപ്പിച്ചവരുണ്ട്, ഭക്ഷണം വിളമ്പി തന്നവരുണ്ട്, ഭക്ഷണം വായിൽ വെച്ച് തന്നവരുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീച്ചർമാരെയൊക്കെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും അവരെ വിളിക്കുകയാണ്. അവർക്ക് ഉള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നമ്മളുടെ വികാരി അച്ഛനെ സ്വാഗതം ക്ഷണിക്കുകയാണ്. സാറാക്കുട്ടി സജനൻ, നിറഞ്ഞ കൈയടി കൊടുക്കണോട്ടെ ഇവർക്കൊക്കെ. സാറാക്കുട്ടി സജനൻ. അടുത്തത് മിനി കുര്യാക്കോസ്. ലിനു മേരി പി എസ്. ലിസി കുര്യാക്കോസ്. ലില്ലി മത്തായി. ഷൈനി തോമസ്. മാർട്ടീന പൗലോസ്. പേര് വിളിച്ചവര് അതാത് ക്രമമൊന്നും നോക്കണ്ട, വേഗം കയറി വരിക. ബീന കുര്യാക്കോസ്. ഏലിയാമ്മ യോഹന്നാൻ. സോഫി ബേബി. അടുത്തത് അനി ബെന്നി. കുമാരി നേവ സാറ ബെന്നി. ലിൻഡു അഗേഷ്. മോളി ജോസഫ്. അനില ജോർജ്. കുമാരി അലീന പി ജെ. ജൂലി മത്തായി. കുമാരി മരിയ തമ്പി. വേഗം കടന്നു വരണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിലെല്ലാം, അല്ലേ, തൊണ്ട വറ്റി തൊണ്ടയെന്ന് ചോര വന്ന നമ്മുടെ ഈ ഗാനങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഏറ്റവും ആദ്യം വന്ന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എന്താ പറയുന്നത്, സജീവങ്ങൾ എന്ന് വിളിക്കാം, സജിച്ചേട്ടാന്ന് വിളിക്കാം, നിറഞ്ഞ കൈയടിയോടുകൂടി സജി ടി അബ്രഹാം ചേട്ടനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് കുര്യാച്ചൻ സി യു. അടുത്തത് അലൻ പി ജെ, യൂത്ത് അസോസിയേഷൻ്റെ പ്രതിനിധികളാണ്. അലൻ പി ജെ, അമൽ കുര്യാക്കോസ്, എൽവിൻ എൽദോ, കുര്യാക്കോസ് ജോബി, റോബിൻ റജി, ബിജു ടി പി തേലക്കാട്. അടുത്ത രണ്ടുപേരുടെയും കൂടി സമ്മാനത്തോടുകൂടി നമ്മളുടെ സമ്മാന പരിപാടികളെല്ലാം കഴിയുകയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഇത്രയും ദിവസത്തെ ഭക്ഷണം അടിപൊളിയായിരുന്നു. ഇനി ആരെങ്കിലും പേര് വിളിച്ചവരിൽ ആരെങ്കിലും സമ്മാനം മേടിക്കാനുണ്ടെങ്കിൽ അടുക്കള ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കടന്നു വരിക. എന്തായാലും രണ്ടുപേരുടെ പേര് കൂടെ വിളിക്കുകയാണ്. നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ആൽബിൻ ബേബി വായിച്ചാണോ? ആൽബിൻ ബേബി സമ്മാനം വായിച്ചോ? ആൽബിൻ ബേബി വേമ്പോ നല്ല കൈയടി കൊടുത്തേ. അടുത്ത നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം പാചകം ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളെല്ലാം തന്ന നമ്മുടെ ജോർജ് ഏട്ടനും അതുപോലെ തന്നെ ലീലാമ്മ ചേച്ചിക്കും. ജോർജ് ഏട്ടൻ, ലീലാമ്മ ചേച്ചി. അടുത്ത യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സാന്റോ സോണി ഉണ്ട് അവിടെ. സാന്റോ സോണി
സാന്റോസോണി. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ സമ്മാനദാന പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി JSVPSൻ്റെ ഡയറക്ടർ എത്രയും ബഹുമാനപ്പെട്ട KV ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കുക, എല്ലാവരോടും ശ്രദ്ധിച്ചേ. കുട്ടികളെ സൈലൻ്റ് ആയാൽ മാത്രമേ കൃതജ്ഞത പറയണുള്ളൂ, അല്ലെങ്കിൽ ആർക്കും കേൾക്കാൻ പറ്റില്ല. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, പള്ളിയുടെ ട്രസ്റ്റി ശ്രീ സാബു, ഹെഡ് മാസ്റ്റർ യോഹന്നാൻ സാറ്, വന്നിരിക്കുന്ന അധ്യാപക അനധ്യാപകരായ എല്ലാവർക്കും ആമുഖമായി സ്നേഹവന്ദനം അറിയിക്കട്ടെ. സാധാരണ എല്ലാ സമ്മേളനങ്ങളിലും അവസാനത്തെ പ്രോഗ്രാമാണ് കൃതജ്ഞത. ഈ കൃതജ്ഞത പറയണ സമയമാകുമ്പോഴേക്കും ഒന്നുമല്ലെങ്കിൽ വിശപ്പിൻ്റെ സമയമാവും, അതല്ലെങ്കിൽ ദൂരയാത്രക്കാർക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും. അങ്ങനെ ബഹുഭൂരിപക്ഷവും കൃതജ്ഞത പറയുന്നത് കേൾക്കാതെയാണ് പോകുക. അപ്പോൾ ഇന്ന് കൃതജ്ഞത പറഞ്ഞ് കേട്ടതിന് ശേഷമേ മാത്രമേ അവിടെ ഭക്ഷണം വിളമ്പുന്നുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ഒരാഴ്ചത്തെ VBS ക്ലാസ് കഴിഞ്ഞ സമാപന ദിവസത്തിൽ ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും ദൈവത്തിനും ഇടവാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിപ്പും അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പല ദേവാലയങ്ങളിലും VBS ആരംഭശൂരത്വത്തിന് തുടങ്ങിയിട്ട് അത് 1-2 വർഷമൊക്കെ ഭംഗിയായിട്ട് നടത്തും. പിന്നെ ക്രമേണ അതെല്ലാം നിന്നുപോയ ചരിത്രമാണ് സമീപ പ്രദേശങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ പുത്തൻകുരിശ് സൺഡേ സ്കൂളിലെ VBS തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും മിനിമം ഒരു 120 കുട്ടികളെങ്കിലും സന്നിഹിതരായി പഠിപ്പിച്ചു വിടുന്ന VBS ആണ് ഇന്നും നിലനിൽക്കുന്നത്. ഇത്തവണത്തെ VBSന് 146 കുട്ടികളുണ്ട് കറക്റ്റ്. ഈ കുട്ടികളെല്ലാവരും ഒരു ദിവസം പോലും മുടക്കം വരാതെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സംബന്ധിച്ചു എന്നുള്ളത് ആ VBSനോടുള്ള പേരൻസിൻ്റെ താല്പര്യവും കുട്ടികളുടെ താല്പര്യവും അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ അധ്യാപകരുടെ അർപ്പണ ബോധവുമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ വരും വർഷങ്ങളിലും ഈ VBS ഇതിലും ഭംഗിയായി നടക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. VBSൽ സാധാരണ നമ്മൾ ഫേസ് ചെയ്യാറുള്ളതായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരെ കിട്ടായ്മ, പിന്നെ സാമ്പത്തികം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ യാതൊരു ബുദ്ധിമുട്ടും നമുക്കും ഉണ്ടായില്ല. മറിച്ച് അധ്യാപകരുടെ ഷോർട്ടേജാണ് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്തത്. വന്ന അധ്യാപകരെല്ലാവരും യാതൊരുവിധ മുറുമുറുപ്പ്, അസംതൃപ്തി ഇതൊന്നുമില്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവിലെ 8:30 അല്ലെങ്കിൽ 9 മണിക്ക് അധ്യാപകർ വരും. 3:30 വരെ അവരുടെ ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ടാണ് പോകാറ്. ഇനി അകലെയുള്ളവരാണെങ്കിലും അത് ആരെയെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സിനെ ഏൽപ്പിച്ച് ആ ക്ലാസ് മുടക്കം വരാത്ത തരത്തിലാണ് ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാനപ്പോൾ ആമുഖമായിട്ട് ഇതിനെ ഞാൻ നന്ദി പറയുന്നത്, ഇതിൽ അർപ്പണബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പ്രവർത്തിച്ച അധ്യാപകരെ ഞാൻ ആദ്യമേ തന്നെ അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. നമ്മുടെ വികാരിയച്ഛൻ ഒരു പുരോഹിതൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വൈദികനാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വർഗീസ് അച്ഛനോടുള്ളതായ കൃതജ്ഞത എന്ത് പറഞ്ഞാലും കൃത്യസമയത്ത് കഴിഞ്ഞ ദിവസം ഒരു 3 സർട്ടിഫിക്കറ്റ് ഇവിടെ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയി. അച്ഛൻ അത് കൺവെൻഷന് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അച്ഛൻ അത് തരാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് അച്ഛൻ്റെ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അച്ഛനോടുള്ള കൃതജ്ഞതയും സ്നേഹവും
ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇടവകയുടെ പല വീടുകളും ഞങ്ങൾ സെലക്റ്റീവായിട്ട് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി പോയപ്പോൾ ആ പോയ വീട്ടുകാരെല്ലാവരും അകമഴിഞ്ഞ് സംഭാവനകൾ തരികയും ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ഇടവകാംഗങ്ങൾ അവരുടെ കുട്ടികളെ ഈ VBSലെ അധ്യാപകരെ വിശ്വസിച്ച് രാവിലെ 8:30 ഇവിടെ കൊണ്ടുവന്ന് വിടും. വൈകിട്ട് അവർ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ അവരുടെ ആ ശുഷ്കാന്തിയും താല്പര്യവും പ്രത്യേകം അഭിനന്ദനീയം തന്നെ. ഞാൻ ഇടവകാംഗങ്ങളോട്, പേരൻസിനോട് പ്രത്യേകം നന്ദി കരയറ്റുന്നു. പിന്നെ അടുത്തത്, കലുഷിതമായ നമ്മുടെ സഭാന്തരീക്ഷത്തിൽ കുട്ടികൾ ഓടിക്കളിക്കുന്ന മുറ്റമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ പോലെ, നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ പോലെ പ്രശോഭിതമാക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ നമ്മളോട് മത്സരിച്ച് പലരും VBS നടത്തിയിട്ടുണ്ട്. അവിടെ വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ 146 കുട്ടികളെ ഇതപര്യന്തം ആദ്യാവസാനം വളരെ ഭംഗിയായി ഇത് സംബന്ധിച്ചു എന്നുള്ളത് നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ ഭരണസമിതിക്ക്, നമ്മുടെ ഈ ദേവാലയത്തിന് തന്നെ ഒരു മാറ്റ് കൂട്ടുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതിൽ സംബന്ധിച്ച ആ വിദ്യാർത്ഥികളോടുള്ള നന്ദിയും ഞാൻ ആരംഭത്തിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് അറിയിച്ചു കൊള്ളട്ടെ. അടുത്തത്, നമുക്കിവിടെ വന്ന് ക്ലാസ് എടുത്ത TM വർഗീസ് സാറിൻ്റെ ക്ലാസ് എന്നേക്കാളൊക്കെ വളരെ ജൂനിയറാണ്. ഞാൻ പഠിക്കുമ്പോഴൊന്നും സാർ അവിടെ ഇല്ല. ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചും പിന്നെ ഞങ്ങളൊരു ചെറിയ ബന്ധുക്കളും കൂടെയാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ആദ്യമായിരുന്നു, ടെൻഷനായിരുന്നു. ദൈവമേ, ഈ പീക്കിരി കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ സാർ ഡീൽ ചെയ്യുക എന്ന്. പക്ഷേ വളരെ ഭംഗിയായി, വളരെ മാതൃകാപരമായി ഒരു അധ്യാപകൻ്റെ സമചിത്തതയോടും പക്വതയോടും കൂടി ക്ലാസ് എടുത്ത TM വർഗീസ് സാറിൻ്റെ ആബ്സൻസിൽ സാറിന് നന്ദിയും കൃതജ്ഞയും രേഖപ്പെടുത്തട്ടെ. ഇവിടെ നമ്മളുടെ സകല സംരംഭങ്ങൾക്കും പുറമേ നിന്ന് സപ്പോർട്ട് തന്ന, അതായത് ബാക്കിൽ നമ്മളെ ചരിഞ്ഞു പോകുന്ന വാഴയ്ക്ക് ഊന്ന് കൊടുക്കുന്നത് പോലെ അത് ഊന്നായി പ്രവർത്തിച്ച ട്രസ്റ്റിമാർ, അവരോടുള്ള നന്ദിയും, അവർ സഹരക്ഷാധികാരികളാണെങ്കിൽ കൂടി അവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ യൂത്തിലെ പിള്ളേർ, യൂത്ത് വിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണ സമയത്തും ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും എല്ലാം ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് അവർ വന്ന് കുട്ടികളെ ഓർഡറിൽ ഭക്ഷണം കൊടുക്കുകയും വളരെ ഭംഗിയായിട്ടത് നിവർത്തിക്കുകയും ചെയ്തു. പിന്നെ മറ്റ് പലതരത്തിലും അവർ നമ്മുടെ VBSൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. അടുക്കളയിൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കുറേ 3-4 പേരുണ്ട്. അത് പെയ്ഡാകട്ടെ പെയ്ഡാകാതിരിക്കട്ടെ, അവർ ചെയ്യുന്ന അധ്വാനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുകയില്ല. അവരോടെല്ലാം നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. പള്ളി ജീവനക്കാർ, അവരെയും ഇത്തരത്തിൽ പ്രത്യേകം ഓർമ്മിക്കട്ടെ. ഇനി ഞാൻ മറന്നുപോയ ഒരു സംഗതിയുണ്ട്. മറന്നുപോയതല്ല, ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചതാ. അതായത് VBSൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അവിടെ ഗാനപരിശീലനമാണ്. VBSൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട്, പാട്ടും കൂത്തും നടത്താൻ പറ്റിയ ഒരു അവസരമാണ് ഈ VBS എന്ന്. അത് തെറ്റാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ഗാനങ്ങളിലൂടെയും ക്രൈസ്റ്റ് എന്ന ഒരു തീപ്പൊരി, ക്രൈസ്റ്റ് എന്ന ഒരു സ്പാർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തോന്നും പ്രകടമായിട്ട് അത് ഇല്ല, പക്ഷെ അവരുടെ മനസ്സിൽ അത് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. VBSന് ഞാൻ പഠിച്ച ഗാനം, ഞാൻ ഒരു 5 വർഷം മുമ്പ് പഠിച്ചതായ ഒരു VBSൻ്റെ തീം സോങ് ഞാൻ ഇപ്പോഴും ഓർക്കുക. എന്താണെന്ന് വെച്ചാൽ, പപ്പ ഒരു കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. പപ്പ ദൈവത്തെ നോക്കി നടക്കും, അല്ലെങ്കിൽ ദൈവത്തിന് പിന്നാലെ നടക്കും. മമ്മി ആ കാൽപ്പാട് നോക്കി നടക്കും. മമ്മിയും പപ്പയും പോകും വഴി കൂടെ പിന്നാലെ ഞാനും നടക്കും. ഞാനിപ്പോഴും അത് മറന്നിട്ടില്ല. കാരണം അത് ഇതുപോലെയുള്ള ഓരോ തീം സോങ്സൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴമായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാട്ടും കൂത്തിനും വേണ്ടി മാത്രമല്ല, ത്രൂ പ്ലേ ആൻഡ് ലേണിംഗ്,
കളിയിലൂടെയും പാട്ടുകളുടെയും മെസ്സേജ് ഹാൻഡിൽ ചെയ്യുന്ന. അപ്പോൾ ആ ഗാനപരിശീലനം എന്ന് പറഞ്ഞാൽ അത് ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ സജിയെങ്കിളെന്ന് വിളിക്കുന്ന ഇപ്പോൾ ഇവിടെ വന്ന് സമ്മാനം മേടിച്ച സജിയെങ്കിൽ ഈ വർഷം നമുക്ക് ദൈവം കൊണ്ടുവന്ന് തന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ VBSൻ്റെ പ്രാക്ടീസ് സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്നും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയവർ ആർക്കും VBSൽ സംബന്ധിക്കാൻ പറ്റിയില്ല. കാരണം അവർ അധ്യാപകരാണ്, അവർക്ക് ക്ലാസ് ഉണ്ട്, അവർക്ക് പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വാക്യൂം ഫില്ല് ചെയ്തത് സജിയെങ്കിളാണ്. അപ്പോൾ സജിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സജി സാറെ കൃത്യമായി എല്ലാ ദിവസവും രാവിലെ, ഞാൻ ഒരു ദിവസമേ പറഞ്ഞുള്ളൂ, സജി പറഞ്ഞു സാറേ ശരി ഞാൻ വന്നോളാം. ഒരു ദിവസം വരാതെ പോയെങ്കിൽ അത് നേരത്തെ അറിയിച്ചിരുന്നു. എങ്ങനെയായാലും VBSൻ്റെ വിജയത്തിന് സജി സാറ് നൽകിയ സംഭാവന വളരെ പ്രശംസനീയം തന്നെ. പിന്നെ ഇനി ഒരു ഭാഗത്തിനോട് നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ആരാന്നറിയോ? കുട്ടികൾ. അപ്പം നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി പരീക്ഷ കഴിഞ്ഞ് അമ്മയുടെയും അങ്കിളിൻ്റെയും ഒക്കെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ VBS നടത്തി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൽ സന്നിഹിതരായി. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി VBS, മെറി VBS. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ നമ്മളിവിടെ വെച്ച സമാപനമാണ്. ബിഗിനേഴ്സ് ആദ്യം പോകണം. പേരൻസ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ്, സബ് ജൂനിയേഴ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ് ആ ഓർഡറിൽ മാത്രമേ പോകാവൂ. ഒരാഴ്ച VBS കഴിഞ്ഞിട്ടും ഞങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പേരൻസിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരരുത് കേട്ടോ. അതുകൊണ്ട് ബിഗിനേഴ്സ് ആദ്യം പോകുക. സമാപന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബിഗിനേഴ്സ് ആദ്യം പോകണം, സബ് ജൂനിയേഴ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ്. ഓക്കെ. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടെയും എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലിത്തരാം. കർത്താവേ, നിൻ്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും തന്ന ആഹാരത്തെയും നിൻ്റെ കരുണയും ഓർത്ത് സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ആമേൻ. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ എല്ലാ പേരൻസിനും ഭക്ഷണമുണ്ട്. അതോടെ സഹകരിച്ചിട്ട് പോകണം.